നിറഞ്ഞിരിക്കുന്ന അക്ഷരങ്ങൾക്കനുസരിച്ചാണ് അതിൻ്റെ രൂപം. സ്വാധിഷ്ഠാനം, മൂലാധാരത്തിന് മുകളിൽ നാഭിക്കു താഴെ 6 ഇതളുള്ള താമര. അവിടെ ദേവത രാഗിണി. ബ ഭ മ യ ര ല. ബ ഭ മ യ ര ല. ബ കഴിഞ്ഞുള്ള ഭ അക്ഷരം തെറ്റിച്ചെഴുതരുത്. ഭരണി എന്നെഴുതുന്നതിന്റെ ബല. മണിപൂരകം, നാഭിചക്രം. 10 ദളങ്ങളുള്ള പത്മം. ഉദയസൂര്യന്റെ വർണ്ണം. അങ്ങനെയുള്ള ത്രികോണം. ത്രികോണത്തിന്റെ ബാഹ്യഭാഗം 3 സ്വസ്തികം ചേർന്ന പോലെ. അതിൽ ദേവത ലാഗിനി. ഡ ഇദ്ധ ണ ത ഇദ്ധ ദ ഇദ്ധ ന പ ഭ. ഫലത്തിന്റെ ഭ. ഡ ഇദ്ധ ണ ത ഇദ്ധ ദ ഇദ്ധ ന പ ഭ. ഡഭ. ഈ 3 ചക്രങ്ങളിൽ ഉപാസന ശുഭാഗമങ്ങൾ അനുസരിച്ചില്ല. കൗളമനുസരിച്ച് ഇതിലുപാസനയുണ്ട്. രാവണൻ, കുംഭകർണൻ മുതലായവരൊക്കെ ഇവിടെ ഉപാസിച്ചവരാണ്. അതുകൊണ്ട് ഉപാസനാ ഖണ്ഡത്തിൽ ഈ 3 ചക്രങ്ങളിൽ ഉപാസിക്കാറില്ല. അങ്ങനെയാണ് നിയമം. പക്ഷെ ഇതിൽ ഉപാസിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. വളരെ അപകടമുള്ളതാണ്. പ്രശ്നങ്ങളില്ലാത്ത ഒരു നിമിഷവും ഉണ്ടാവുകയുമില്ല. പ്രശ്നങ്ങൾ രസമാകുന്നവർക്കുള്ളവരുടെ ഉപാസനയാണ് ഈ 3 ചക്രങ്ങൾ. അനാഹതം, ഹൃദയകമലം, കടുത്ത ചുവപ്പുള്ള താമര, പന്ത്രണ്ട് ദളമുള്ള പത്മം, വായുവിന്റെ ഇരിപ്പിടം, കാകിനിയുടെ സ്ഥാനം. ഇതിന്റെ ഉപാസനയെ പറയുന്നൊരു ഉപനിഷത്തുണ്ട്, കഠം. അത് ഉദരോപാസനയുടേതാണ്. കഠം. ക ഖ ഗ ഘ ങ ച ഛ ജ ഛ ഞ ട ഠ. ഇത്രയും അക്ഷരങ്ങൾ അതിൽ നിറച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കഠോപനിഷത്ത് എന്ന് പറയുന്നത്. ക മുതൽ ഠ വരെ. അത് ആ അക്ഷരത്തിനനുസരിച്ചാണ് അതിന്റെ യന്ത്രം വരുന്നത്. അതിനെ ദ്വിമാനമായും ത്രിമാനമായും സങ്കല്പിച്ച് മൂർത്തി രൂപേണ ഉപാസിക്കുന്നവർക്ക് വേണ്ടിയാണ് അവ. അമൂർത്തങ്ങളായ സത്യങ്ങൾക്ക് ശാബ്ദിക പ്രസക്തി നൽകി ശാബ്ദികമായ സാധനകളെ മാത്രം മതിയാകാതെ വരുമ്പോൾ ശാബ്ദിക പ്രസക്തിയുള്ളവയ്ക്ക് ദ്വിമാനങ്ങളും ത്രിമാനങ്ങളുമായ രൂപങ്ങൾ നൽകുന്നു. എന്നിട്ട് അവയെ ഉപാസിക്കുന്നു. ഇത് താന്ത്രിക രീതിയുടെ മഹിമയാണ്. ആജ്ഞാചക്രം.
അനാഹതം ഹൃദയമാണ്. അതിന് ആ ഹൃദയത്തിന് ഉദരം എന്ന് തന്നെ പറയുന്നത്, മേലുദരം. വിശുദ്ധി ചക്രം, അത് ഭാരതി എന്നും പേര് പറയും. ഭാരതി എന്ന് പേര് വരാൻ കാരണം ഭാസിൽ രതിയുള്ളവർ അവിടെയാണ് ഉപാസിക്കുന്നത്. കണ്ഠം, സരസ്വതിയുടെ ഇരിപ്പിടം അതാണ്. വെളുത്ത താമര, 16 ദളങ്ങൾ, ലാഗിനിയുടെ ഇരിപ്പിടം. ആ ഈ മുഴുവൻ സ്വരങ്ങൾ മുഴുവൻ. ആജ്ഞാചക്രം, പുരികങ്ങൾക്ക് മധ്യത്തിൽ. ഇതിനെ പരമകല എന്ന് വിശേഷിപ്പിക്കും. പരമകല. എന്നാൽ തന്ത്ര അഭിരുചിയുള്ള ആളുകൾ, സാധനയിലൂടെ സിദ്ധന്മാരായി തീർന്നവർ ഇതിനെ വിളിക്കുന്നത് മുക്തത്രിവേണി എന്നാണ്. മുക്തത്രിവേണി. ത്രിവേണി സംഗമം ഇവിടെയാണ്. ഇതിന്റെ ബാഹ്യരംഗം മാത്രമാണ് അലഹബാദ്. ത്രിവേണി അലഹബാദിലാണെന്ന് അറിയാമല്ലോ, ഇല്ലേ? ഗംഗയും ജമുനയും സരസ്വതിയും സംഗമിക്കുന്നത്. അന്തർധാരയായ സരസ്വതി ബാഹ്യധാരകളായ ഗംഗയും യമുനയുമായി സംഗമിക്കുന്ന സംഗമസ്ഥാനത്തെയാണ് ത്രിവേണി എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടാവും, പോയിട്ടുണ്ടാവും. ഇല്ല, പോയി നോക്കാവുന്നതാണ്. നല്ല സ്ഥലമാണ്. പോകുമ്പോൾ ഇതൊക്കെ ഓർത്തു പോയില്ലെങ്കിൽ വലിയ കാര്യമൊന്നും. അവനവന്റെ ആജ്ഞാചക്രത്തില്, പുരികങ്ങൾക്ക് മധ്യത്തില് പരമകലയായിരിക്കുന്ന മുക്തത്രിവേണിയെ അറിയണം. അത് മുക്തത്രിവേണിയാണ്. അവിടെ എന്ത് ചെയ്യുമ്പോഴും അറിയണം. പരമകലയോട് ബന്ധപ്പെട്ടാണ് സാധനയിൽ പലതും ചെയ്യുന്നത്. പല അടയാളങ്ങളും വഹിക്കുന്നവരെ. അവിടെയാണ് പിള്ളേരിപ്പോൾ കൊക്കരക്കോ പൊട്ടൊക്കെ തൊട്ട് നടക്കുന്നത്. കണ്ടിട്ടില്ല? കാണിച്ചു കൊടുക്കാത്തതുകൊണ്ടാണ്. പറഞ്ഞല്ല മനസ്സിലാക്കേണ്ടത്. തന്തയും തള്ളയും മര്യാദയ്ക്ക് ജീവിച്ച് കാണിച്ചു കൊടുത്താ മനസ്സിലാക്കുന്നത്. ആയ കാലത്തിൽ അങ്ങനെ ജീവിക്കാതിരുന്നിട്ട് പിന്നെ പറയുമ്പോൾ മനസ്സിലാകുകയില്ലാത്തത് കൊണ്ടല്ല, ഞങ്ങൾ നിങ്ങളുടെ പ്രായമാകുമ്പോൾ നോക്കിയോളാം. കാരണം അന്നത്തെ നിങ്ങളുടെ കോശങ്ങൾ സമുജ്വലങ്ങളായി അവരിലേക്ക് കടന്നു പോകുന്നതുകൊണ്ട്. പറഞ്ഞാൽ മനസ്സിലാകും എന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ വളരെ അകലെന്ന് വന്ന് ഇവിടെ ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയല്ല? പറഞ്ഞാൽ മനസ്സിലാകുന്നത് കൊണ്ടാണ് ഈ സമയം കളഞ്ഞ് നല്ല ചൂടത്തി ഇരിപ്പിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്, ഈ ഷീറ്റിന്റെ കീഴെ. ശരിയല്ല? 3 നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയും സുഖ സൗകര്യങ്ങളൊന്നുമില്ലാത്തടത്ത് കിടന്നുറങ്ങാൻ വേണ്ടിയും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്ലാസ് റൂമിലായാൽ പോലും ഇത്രയും കണ്ടിന്യൂസ് ആയിട്ടൊരു മുഖം കണ്ടുകൊണ്ടിരിക്കാൻ അത്ര താല്പര്യവും ഉണ്ടാവില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ശരിയല്ല?
വിഷയത്തിൽ താല്പര്യമുള്ളത് കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ട്രൂ? യാതൊരു താല്പര്യവും ഇത്തരം കാര്യങ്ങളില്ലാത്ത ഭാര്യയും വിളിച്ചുകൊണ്ടുവന്ന ഭർത്താക്കന്മാർ ഇതിനകത്തിരിപ്പുണ്ട്, ഭർത്താവിനെയും വിളിച്ചുകൊണ്ടുവന്ന ഭാര്യമാർ ഇതിനകത്തിരിപ്പുണ്ട്. അവരാരും എന്നാ പോകാമെന്ന് പറഞ്ഞ് വിളിക്കുന്നുമില്ല. ഇത്രയൊക്കെ പ്രയാസമാ മോക്ഷം കിട്ടാനെങ്കിൽ എൻ്റെ അമ്മയെ നമുക്ക് പോകാന്ന് പറഞ്ഞ് കൊച്ചും കരയുന്നില്ല. നിങ്ങൾ ഈ ചോദിക്കുമ്പോൾ എനിക്കിങ്ങനെയൊക്കെ പറഞ്ഞു തന്നില്ലെങ്കിൽ എനിക്കെന്തോ ഒരു വൈക്ലഭ്യം പോലെ ഇത് പറയാതെ പോയാൽ. രാവിലെ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ ഒരുമാതിരി കോൺസ്റ്റിപ്പേഷൻ കഴിഞ്ഞു വരുന്ന പോലെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ശ്വേതനിറത്തിലുള്ള, വെള്ള നിറത്തിലുള്ള 2 ദളങ്ങളുള്ള താമരയാണ്. ഇവിടെ 3 നാഡികളും വന്ന് ലയിക്കുന്നുണ്ട്. ഇവിടെയാണ് ചിന്താമണി ബീജമായ ഹാക്ഷ, അതിലെ ഇക്ഷായാണ് ചിന്താമണിക്ക് കാരണമായത്. കാമേശ്വര മൂലമന്ത്രമാണ് അവിടെ ഇരിക്കുന്നത്. ദേവത ഹാഗിനി. ഈ ഗുഹയാണ് ഗുരുവിരിക്കുന്നിടം. തന്ത്രാഗമങ്ങൾ അതുകൊണ്ട് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ഗുരുവിനെ കുറിച്ചാണ്. ബാഹ്യഗുരുക്കന്മാർ ഈ കാരണഗുരുവിനെ കാട്ടിത്തരുന്നവരാകയാൽ കാര്യഗുരുക്കന്മാരെന്നറിയപ്പെടുന്നു. ശിഷ്യന്റെ ഗുരുവിനെ ആജ്ഞാചക്ര സ്ഥിതയായിരിക്കുന്ന ഹാഗിനിയോടൊപ്പം സമുജ്വലമായി കാട്ടിക്കൊടുത്തിട്ട് ശിഷ്യനെ ഗുരു നമസ്കരിച്ച് ദീക്ഷ പൂർത്തിയാക്കുന്നു. ദീക്ഷാ സമ്പ്രദായത്തിന്റെ പ്രത്യേകതയാണ്. അതോടെ ശിഷ്യൻ പൂർണ്ണദീക്ഷിതനുമാകും. ഈ 6 ചക്രങ്ങളെ അഥർവവേദം ലലനാചക്രവും സഹസ്രാരവും പറയും. നെറ്റിത്തടത്തിലും സഹസ്രാരത്തിലും. അതിൽ കൂടെ പഠിച്ച് കുഴപ്പിക്കണ്ട. ആഗമങ്ങൾ 6 ചക്രങ്ങളെ പറയുന്നുള്ളൂ. ചക്രങ്ങളുടെ ഉണർച്ച ചക്രഭേദമെന്നറിയപ്പെടും. ചക്രഭേദം സിദ്ധിക്ക് അനിവാര്യമാണ്. ഇതാണ് തന്ത്ര ലോകത്തിന്റെ ശരീരശാസ്ത്രം. ആ ശരീരശാസ്ത്രം നന്നായി അറിഞ്ഞ് നല്ല രീതിയിൽ തന്ത്രശാസ്ത്രത്തെ ഉൾക്കൊണ്ടു വേണം സാധനകൾ അനുഷ്ഠിക്കാൻ. അതുകൊണ്ട് അറിയപ്പെടുന്ന പ്രാചീന താന്ത്രികന്മാരെല്ലാം തന്നെ ശരീരശാസ്ത്രവേത്താക്കളാണ്. ഈ ദേവതകളെയൊക്കെ കരതലാമലകം പോലെ കണ്ടിട്ടുള്ളവർ, തങ്ങളുടെ നിശ്ചയദാർഢ്യത്തിനു മുമ്പിൽ ദേവതകളെ നൃത്തം ചെയ്യിപ്പിച്ചിട്ടുള്ളവർ, ചക്രസ്ഥിതങ്ങളായ ദേവതകളെ കണ്ടാൽ ഷഡാഹാരങ്ങൾ കൊണ്ട് തന്നെ സമസ്ത രോഗങ്ങളെയും നേരിടാം. അത് ലളിതാ സഹസ്രനാമം പഠിക്കുക. പറഞ്ഞ നേരം കളയണ്ട.
അതുകൊണ്ടാ ദധ്യൻ ആസക്ത ചിത്ത മുദ്ഗൗതന പ്രീത ഹരിദ്രാന്നൈക രസിക. മൈക്കുള്ളതുകൊണ്ട് ക്രമം മാറിയാ പറയുന്നത്. പോയിരുന്ന് ക്രമത്തിൽ പഠിച്ചു നോക്കുക. ആഹാരങ്ങളൊക്കെ ഉപാസനാപൂർവം കഴിക്കുമ്പോൾ ആ ചക്രങ്ങൾ, ആ നിലയനങ്ങൾ സമുജ്വലങ്ങളായിത്തീരും. അത് സാധനാകാണ്ഡത്തിൽ പ്രധാനമാണ്. രോഗങ്ങൾ വന്നാലും സാധനയുടെ ലോകത്ത് ഓരോ ചക്രങ്ങളെക്കുറിച്ചുമുള്ള അറിവ് കൂടുതലാകുന്നതിന് കൃത്യമായത് പരിശീലിച്ചു നോക്കാം. അവയൊക്കെയാണ് തന്ത്ര ആരാധനയിലെ പ്രസാദങ്ങളും. വളരെ ശക്തമായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ ചക്രത്തിലുമുള്ള ദേവതയെ അറിയുന്നതിന് ആയിക്കൊണ്ട് അതിൻ്റെ ഉപാസനയെ ആ ദളങ്ങളോടുകൂടിയ പത്മത്തെ മനസ്സാ ധ്യാനിച്ചിരിക്കുമ്പോൾ ആ ദിനങ്ങളിൽ അതിന് പറഞ്ഞിരിക്കുന്നതായ ആഹാരവിധിയെ എന്ന് പറഞ്ഞാൽ മഞ്ഞൾ ചേർത്ത ചോറ്, ഹരിദ്രാന്നം, ഗൂഢാന്നം, ശർക്കര ചേർത്ത ചോറ്, പായസം, ചെറുപയർ, മുദ്ഗം, ഇങ്ങനെയൊക്കെ മാത്രം കഴിച്ച് അതിൻ്റെ ഉപാസനകൾ പൂർത്തീകരിക്കുന്നതിൻ്റെ വിധികളുണ്ട്. അതിനെ പറ്റിയ ആചാര്യന്മാരുമായി സമ്പർക്കം പുലർത്തി അവ ചെയ്യുമ്പോൾ ചക്രഭേദയുടെ ഉന്നത ലോകങ്ങളിലെ അറിവ് കിട്ടും. ആദ്യം ഒന്നിരുന്നൊക്കെ ഒന്ന് നോക്കി ഏകാഗ്രമാകുമോ എന്നൊക്കെ നോക്കിയിട്ട് ആചാര്യന്മാരെ അന്വേഷിച്ചു പോവുകയോ ആചാര്യന്മാർ വരുന്നതിന് ആഗ്രഹിക്കുകയോ ചെയ്യുന്നതാണ് ഉചിതം. മനസ്സിലായില്ല? അരമണിക്കൂർ ഇരിക്കാൻ തന്നെ പറ്റുകയില്ലെങ്കിൽ മനസ്സിലായോ എന്നറിയില്ല. 10 മിനിറ്റ് ഒരിടത്തൊന്ന് ഇരുന്ന് നോക്കുക. ഒരിക്ക പൊറുതിയില്ലായ്മയുണ്ടോ എന്ന് നോക്കുക. മനസ്സിലായില്ല? 10 മിനിറ്റ് ഇരിക്കാൻ പറ്റുമോ? 10 മിനിറ്റ് ഇരിക്കാൻ പറ്റുമോ? വെറുതെ ഇരിക്കാൻ പറ്റുമോന്നാ ചോദിച്ചത്. 10 മിനിറ്റ് വെറുതെ ഇരിക്കണം, ക്ഷിപ്ത വിക്ഷിപ്താദികളില്ലാതെ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ആഗ്രഹിച്ചാൽ മതി. ക്ഷിപ്തവും വിക്ഷിപ്തവും ഒക്കെ ഇങ്ങനെ അക്രമമായി ഉണ്ടാകുമ്പോൾ, അനുക്രമമായി പോലും അല്ലാതെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ സാധനയ്ക്ക് ഒരുങ്ങണ്ട. അതുവരെ ജപിച്ചാൽ മതി, പുരസ്കരണമൊക്കെ ചെയ്താൽ മതി. ദീക്ഷയുടെ ലോകങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് തിരക്കൊന്നും കാണിക്കണ്ട. തിരക്കൊക്കെ കാണിച്ചാൽ വാർദ്ധക്യം മഹാകുളമാവും. മനസ്സിലായില്ല? ഹൃദ്ഭേദതന്ത്രത്തിനൊക്കെ വിധേയമാകേണ്ടി വരും. ഹൃദ്ഭേദതന്ത്രത്തിന്റെ ആചാര്യന്മാരെയൊക്കെ കാണണം ഇടയ്ക്ക്. മനസ്സിലായില്ല? ശിവൻ 64 വിദ്യകൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് ഹൃദ്ഭേദതന്ത്രം. ഹൃദയം മുറിക്കുക, എന്നിട്ട് ബ്ലോക്കൊക്കെ മാറ്റുക. മനസ്സിലായില്ല? എന്നിട്ട് നടക്കേണ്ടി വരും. അപ്പൊ അതിനൊന്നും പോകണ്ട, പയ്യെ പോയാൽ മതി, മെല്ലെ കയറിപ്പോയാൽ മതി, ഓടി കയറണ്ട. പിള്ളേര് കയറുന്ന കണ്ട് വയസ്സ് കണക്കാക്കുന്നത് വേറെ രീതിയിലാണ്. അപ്പം അതുകൊണ്ട് ഇത് വളരെ സൂക്ഷിക്കുക. ഇനി ഇതിൻ്റെ സാധനാലോകങ്ങളിലേക്ക് മെല്ലെ ഒന്ന് ശ്രദ്ധിക്കാം. ശരീരശാസ്ത്രം പഠിച്ച നിലയിൽ ശരീരശാസ്ത്രത്തിൻ്റെ ഏതാണ്ടൊരു
ദിഗ്ദർശനമായിട്ടുണ്ട്. മുഴുവനായിട്ടില്ല. ശരീരശാസ്ത്രം അതിവിപുലമാണ്. അതിനൊരുപാട് സംഹിതകളുണ്ട്. ആയുർവേദ സംഹിതകളെല്ലാം ഈ വഴിയിലൂടെ രൂപാന്തരപ്പെട്ടു വന്നിട്ടുള്ളവയാണ്. അവയൊക്കെ പഠിക്കുന്നത് നല്ലതാണ്. ഹാരിതം, ഭേളം, സുശ്രുതം, ചരകം എല്ലാം പഠിക്കുന്നത് നല്ലതാണ്. കണ്ണുകളുടെയൊക്കെ സാധനയ്ക്ക് നിമിതന്ത്രാദികളൊക്കെ പഠിക്കുന്നത് നല്ലതാണ്. അതൊക്കെ പഠിച്ചു വെച്ചാൽ കൂടുതൽ പ്രയോജനപ്രദവുമാണ്. അത്തരം സാധനയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ശരീരശാസ്ത്രം പഠിക്കണം എന്നാണത്. നിമിതന്ത്രം ആ ശരീരശാസ്ത്രമൊക്കെ പറഞ്ഞു തരുന്നതാണ്. ഓരോ അവയവത്തെയും അതിന്റെ ദേവതയെയും എടുത്ത് പഠിപ്പിക്കുന്നുണ്ട് അവിടെ. ഓരോ തന്ത്രത്തിലും അനന്തകോടി ദേവതകളുടെ ജ്ഞാനമാണിത്. അതുകൊണ്ട് ദേവതാവിജ്ഞാനത്തിന്റെ വിപുലമായൊരു ശാഖയുണ്ട്. ആ വിജ്ഞാനമുള്ളപ്പോഴാണ് തൻ്റെ വാക്കും തൻ്റെ മനസ്സും തൻ്റെ പ്രവൃത്തിയും എല്ലാമായി ഇണങ്ങുമാറ് പോണമെന്ന നിർബന്ധം പിടിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. തന്ത്രസാധനയിലേക്ക് പോകുമ്പോൾ തന്ത്രപ്രയോഗങ്ങളെ വൈദികങ്ങൾ, അവൈദികങ്ങൾ, വൈദിക വിരുദ്ധങ്ങളെന്ന് മൂന്നായി തിരിക്കാം. വേദങ്ങളിലുള്ളവ, വേദങ്ങളിലില്ലാത്തവ, വേദവിരുദ്ധങ്ങളായവ. പ്രപഞ്ചസാരതന്ത്രം, കുലാർണവതന്ത്രം, പ്രപഞ്ചസാരതന്ത്രം, കുലാർണവതന്ത്രം, മഹാനിർവാണതന്ത്രം തുടങ്ങിയവ വേദങ്ങളുമായി അനൽപ സാധർമ്മ്യമുള്ളവയാണ്. വേദങ്ങളോട് അങ്ങേയറ്റം സാധർമ്മ്യമുള്ളവയാണെന്ന് സാരം. അതുകൊണ്ട് അവയൊക്കെ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, പ്രപഞ്ചസാരതന്ത്രം മുതലായവ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വൈദിക സിദ്ധാന്ത സാരസർവസ്വമാണ് തന്ത്രമെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായ പ്രഹേളിക. വൈദിക രീതികളോട് ഏറ്റവും സാധർമ്മ്യം പുലർത്തുന്ന, വൈദിക സിദ്ധാന്തങ്ങളെ മാത്രം ഉപയോഗിക്കുന്ന, അതുകൊണ്ട് തന്നെ വൈദിക സിദ്ധാന്ത സാരസർവസ്വമാണ് ആഗമങ്ങളെന്ന് ഉറക്കെ പറയാൻ പറ്റുന്ന വിധത്തിലാണ് ഈ തന്ത്രങ്ങൾ മെനഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തന്ത്രത്തിൻ്റെ ഏറ്റവും പ്രകൃഷ്ട വ്യാഖ്യാതാക്കന്മാരിൽ ഒരാളായ ഭാസ്കരരായൻ, അദ്ദേഹമാണ് കോടി യോഗിനികളെ ദർശിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായൊരു ഭാഷ്യം ലളിതാ സഹസ്രനാമത്തിനുണ്ട്. അതിലെ ഒരു നാമമാണ് കോടി യോഗിനി ഗണസേവിത.
ഭാസ്കരരായന്റെ വ്യാഖ്യാനത്തെ പിൻപറ്റിയാണെന്ന് തോന്നുന്നു കണ്ടിയൂർ മഹാദേവ ശാസ്ത്രികൾ ലളിതാ സഹസ്രനാമത്തിനൊരു ഭാഷ്യം എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഉണ്ടോന്ന് മേടിച്ച് നോക്കിയിട്ടാണോ എന്ന് നോക്കുക. ഭാസ്കരരായന്റെ ആണോ എന്ന് നോക്കുക. ശാസ്ത്രികളുടെ സ്വന്തം അല്ലാന്ന് തോന്നുന്നു. ഭാസ്കരരായന്റെ സിദ്ധാന്തത്തെ അവലംബമാക്കിയാണെന്ന് തോന്നുന്നു. അതിന്റെ ഒന്ന് വായിച്ചു നോക്കുക. മലയാളത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അദ്ദേഹം അങ്ങനെ പറയുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കൂട്ടണ്ട, വേറെ ആരുടെയോ വായിച്ചതാണ്. എൻ്റെ ഒരു ചെറിയ ഓർമ്മയാണ്, വിദൂരമായ ഓർമ്മ. അത് ഭാസ്കരരായനെ പിൻപറ്റിയല്ലാന്ന് തോന്നുന്നു. ഞാൻ ഭാസ്കരരായന്റെ കാര്യമാണ്. പലരും വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എന്നോട് ചോദിച്ചത് ഭാസ്കരരായന്റെ വ്യാഖ്യാനം മലയാളത്തിൽ കിട്ടുമോ എന്നാണ് ചോദിച്ചത്. അതിനെൻ്റെ ഒരു വിദൂരമായ ഓർമ്മ ഭാസ്കരരായന്റെ വ്യാഖ്യാനത്തെ സ്വതന്ത്രമായി പിന്തുടർന്നുകൊണ്ടാണ് ഒരുപക്ഷെ കേരളീയരുടെ ആദരവ് വേണ്ടത്ര ലഭിക്കാതെ പോയ തന്ത്രജ്ഞരിൽ പ്രമുഖനായ കണ്ടിയൂർ മഹാദേവ ശാസ്ത്രികൾ. അങ്ങനെ പറഞ്ഞാൽ ശരിയാവുമോ എന്നും എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ ദേവി മഹാത്മ്യവും ഭാഷ്യവും. ദേവി മഹാത്മ്യത്തിനും സൗന്ദര്യലഹരിക്കും അദ്ദേഹത്തിന്റെ ഭാഷ്യം. സൗന്ദര്യലഹരിക്ക് എല്ലാ ശ്ലോകത്തിനും അദ്ദേഹം യന്ത്രവും വർണ്ണിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അദ്ദേഹമാണ് മലയാളത്തിൽ യന്ത്ര സംവിധാനത്തോടുകൂടി ആനന്ദലഹരിയെ അതീവ മനോഹരമായി വർണ്ണിച്ചിട്ടുള്ളത്. ഏതാ? എൻ്റെ അറിവിൽ അദ്ദേഹം സമയാചാര തൽപരനാണെന്ന് തോന്നുന്നു. അതെഴുതും. ഇത് തന്നെയാണ് ഭാഷാഭാഷ്യം. ഇത് തന്നെയാണ്. എല്ലാ ശ്ലോകത്തിനും യന്ത്രമുണ്ട്. ക്ലാസ് ഇതാണെന്നാണ് വിചാരിച്ചു. തന്ത്രാഗമെന്ന് പറഞ്ഞപ്പോൾ ഇതായിരിക്കുമെന്ന് വിചാരിച്ചോ? ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. തെറ്റിപ്പോയോ? നിങ്ങളെല്ലാം അങ്ങനെ വിചാരിച്ചാണോ വന്നേ? അങ്ങനെ ആയിരുന്നെങ്കിൽ ആനന്ദലഹരി എന്ന് പേരിടണ്ട. അങ്ങനെ ഇട്ടിരുന്നുവെങ്കിൽ അത് എടുക്കാമായിരുന്നു, ബുദ്ധിമുട്ടില്ല. പിന്നെ അതൊക്കെ അത്ര വേഗം പഠിക്കാൻ പറ്റുമോ? അതേ ഉള്ളൂ സംശയം. പ്രപഞ്ചസാരതന്ത്രം, കുലാർണവതന്ത്രം, മഹാനിർവാണതന്ത്രം ഇവ വേദവിധികളുമായി അത്യന്തം യോജിച്ചു പോകുന്നവയാണ്. അതുകൊണ്ടവ വേദാന്ത സിദ്ധാന്ത സാരസർവസ്വമാണെന്നും ഭാസ്കരരായന്റെ അഭിപ്രായത്തിൽ ഉപനിഷത് സാരസർവസ്വമാണെന്നും. ഭാസ്കരരായൻ അല്പം കൂടെ കടന്നാ പറയും. ഉപനിഷത് സാരസർവസ്വമാണെന്നാണ് പറയാ. യോനിതന്ത്രം, കുമാരീതന്ത്രം, നിരുത്തരതന്ത്രം, ഗുപ്തസാധനാതന്ത്രം തുടങ്ങിയവയെ സംബന്ധിച്ചിടത്തോളം അവ വേദവിരോധികളാണ്. വേദങ്ങൾക്ക് വിരുദ്ധങ്ങളായ അനേകം ആശയങ്ങൾ കൊണ്ട് അലങ്കൃതമാണവ. വേദങ്ങളിലില്ലാത്തവയുള്ള തന്ത്രങ്ങൾ ഒരുപാടുണ്ട്. അവയേക്കാളെല്ലാം വേദവിരോധികളായ തന്ത്രങ്ങൾ. മഹാചീനയിൽ രൂപാന്തരപ്പെട്ടിട്ടുള്ള ബൗദ്ധിക തന്ത്രങ്ങളുണ്ട്. അവ ചീനാചാരമെന്ന് അറിയപ്പെടുന്ന അവ അവൈദികങ്ങളാണ്. വേദവിരോധികളെന്നല്ല അവയ്ക്ക് പറയേണ്ടത്. അവ വേദത്തിലില്ലാത്തവയാണ്. എന്നാൽ വിരുദ്ധങ്ങളാണെന്ന് പറയാൻ അത്ര ശക്തമായി പറ്റില്ല. നമുക്ക് അല്പം കൂടി അതുകൊണ്ട് സാധനയിലേക്ക് പോകുന്നതിന് മുമ്പ് അല്പം കൂടെ ശ്രദ്ധിക്കാൻ വൈദികവും ആഗമപരവുമായ മാർഗങ്ങളെ ഒന്ന്
നോക്കിയിട്ട് കടന്നു പോകാം. വൈദിക മതത്തിന് 2 മാർഗമുണ്ട്. ഒന്ന് കർമ്മകാണ്ഡം, ഒന്ന് ജ്ഞാനകാണ്ഡം. ഒന്ന് പ്രവൃത്തി മാർഗം, മറ്റത് നിവൃത്തി മാർഗം. കർമ്മകാണ്ഡത്തിൽ തന്നെ ഒരു ഭാഗം, പ്രവൃത്തി മാർഗത്തിൽ തന്നെ ഒരു ഭാഗം സാമൂഹികതയെ ലോകാചാരവും സംസാര സുഖവും അനുഭവിച്ച് നിലനിർത്തുവാനുള്ള മാർഗമാണ്. അതായത് സാമൂഹികമായി എങ്ങനെ ജീവിക്കാം, ലോകാചാരം എങ്ങനെ നിലനിർത്താം, സംസാര സുഖം എങ്ങനെ അനുഭവിക്കാം, ഇതൊക്കെയുള്ളതാണ് കർമ്മകാണ്ഡത്തിന്റെ ഒരു ഭാഗം. സംത്യാഗം ഒന്നുകൊണ്ട് മാത്രമേ സാക്ഷാത്കാരമുള്ളൂ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഗൃഹസ്ഥാശ്രമികൾ എന്ത് ചെയ്യും? ഞങ്ങൾ എങ്ങനെയാണ് ത്യജിക്കേണ്ടത്? ഇവിടെയാണ് തന്ത്രാഗമങ്ങളുടെ അവതാരം എന്നാണ് ലോകാചാരത്തെ മുൻനിർത്തിയുള്ള തന്ത്രാഗമങ്ങളെക്കുറിച്ചുള്ള അസ്മാദൃശ്യരായ ആചാര്യന്മാരുടെ